ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മുഖമാണ്. മുടി ശരിയാണോ, വസ്ത്രം ശരിയാണോ എന്ന് പരിശോധിക്കും. പക്ഷെ ജീവിതത്തിൽ മറ്റൊരു കണ്ണാടിയുണ്ട്. അത് ഗ്ലാസ് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, സംഭവങ്ങൾ കൊണ്ടാണ്. നിങ്ങളെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? നിങ്ങൾ ആഗ്രഹിച്ചത് ലഭിക്കാതെ വരുമ്പോൾ നിങ്ങളുടെ മനസ്സെന്താണ് പറയുന്നത്? ആരും കാണാത്ത സമയത്ത് നിങ്ങൾ ആരാണ്? നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അവിടെയാണ് കാണുന്നത്. വിജയം നിങ്ങളെ ആളുകൾക്ക് പരിചയപ്പെടുത്തും, പക്ഷെ പ്രതിസന്ധി നിങ്ങളെ നിങ്ങൾക്ക് തന്നെ പരിചയപ്പെടുത്തും. ഒരു കപ്പ് ചായ ഇളക്കുമ്പോൾ അതിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുറത്തേക്ക് വരിക. ചായയാണെങ്കിൽ ചായ, കാപ്പിയാണെങ്കിൽ. അതുപോലെ ജീവിതം നിങ്ങളെ ഇളക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുറത്തു വരുന്നത്. കോപമോ, ഭയമോ, പ്രത്യാശയോ, വിശ്വാസമോ? സമ്മർദ്ദം മനുഷ്യനെ മാറ്റുന്നില്ല, അവന്റെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിന് നിങ്ങളെ അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ അറിയേണ്ടതുകൊണ്ടാണ്. ദാവീദ് ഗോലിയത്തിനെ നേരിട്ട ദിവസം ഒരു യോദ്ധാവായി മാറിയതല്ല, അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ധൈര്യം വെളിപ്പെട്ടതാണ്. മനുഷ്യൻ പുറമേയുള്ള രൂപം നോക്കുന്നു, യഹോവ ഹൃദയത്തെ നോക്കുന്നു. ഇന്ന് ജീവിതം നിങ്ങളെ പരീക്ഷിക്കുന്നുണ്ടോ? ഭയപ്പെടരുത്, കാരണം ഓരോ പരീക്ഷണവും ഒരു കണ്ണാടിയാണ്. നിങ്ങളെ തകർക്കാനല്ല, നിങ്ങളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലും ശക്തനാണ് നിങ്ങൾ. ജീവിതം അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ദിവസങ്ങൾ മാത്രമാണ് വരാനുള്ളത്. ലൈഫ് doesn't show you who you want to be, it reveals who you really are. ജീവിതം ഒരു കണ്ണാടിയാണ്.